ഹേയ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് നമ്മൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്ന ഒരു കാര്യമാണ് മൊബൈൽ ഫോൺസ്. മുൻപ് മനുഷ്യനായിരുന്നു മൊബൈൽ ഫോൺസിനെ കൺട്രോൾ ചെയ്തിരുന്നത്. ഇന്ന് പക്ഷേ മനുഷ്യൻ തന്നെ അതിന് അഡിക്റ്റായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഡെയിലി നമ്മൾ ഉണരുമ്പോൾ തന്നെ ആദ്യം എടുത്തു നോക്കുന്നത് മൊബൈൽ ഫോൺസ് ആയിരിക്കും. അതുപോലെ ഉറങ്ങുന്നതിന് മുമ്പും അതിലായിരിക്കും ടൈം സ്പെൻഡ് ചെയ്യുന്നുണ്ടാവുക. അള്ളാഹു നമുക്ക് ലൈഫിൽ ഒരുപാട് അവസരങ്ങൾ അള്ളാഹുവിലേക്ക് അടുക്കാൻ വേണ്ടി നൽകുന്നുണ്ട്. പക്ഷേ നമ്മൾ സോഷ്യൽ മീഡിയയിലും റീൽസിലേക്കുമായിട്ടാണ് ടൈം സ്പെൻഡ് ചെയ്യുന്നത്. ഇത് നമ്മളുടെ ഹൃദയത്തെ തകർക്കുന്ന ഏറ്റവും വലിയൊരു ശത്രുവാണ്. ഫോൺ അഡിക്ഷൻ കാരണം ഒരുപാട് അപകടങ്ങൾ നമ്മുടെ ലൈഫിൽ അല്ലെങ്കിൽ നമ്മുടെ ഹൃദയത്തിന് തന്നെ ഉണ്ടാക്കുന്നുണ്ട്. ഒന്ന്, നമ്മുടെ ഹൃദയം എംപ്റ്റി ആകുന്നു. ഫോൺ നമ്മളെ ആത്മീയമായി ശൂന്യമാക്കുകയാണ് ചെയ്യുന്നത്. ഒന്നിനും നമുക്ക് സമയമില്ലെന്ന ഒരു തോന്നൽ നമ്മുടെ മനസ്സിൽ ഉണ്ടാക്കുന്നു. എന്നാൽ യഥാർത്ഥത്തിൽ സമയമില്ല എന്നതല്ല പ്രശ്നം, അള്ളാഹുവിന് സമയം കൊടുക്കുന്നില്ല എന്നതാണ് നമ്മുടെ പ്രശ്നം. 2, നമസ്കാരത്തിൽ ശ്രദ്ധ പോകുന്നു. തീർച്ചയായിട്ടും മൊബൈൽ ഫോൺസിന് അഡിക്റ്റായിട്ട് നിൽക്കുന്നവർക്ക് അവരുടെ ഹൃദയത്തിൽ സൂക്ഷ്മതയുണ്ടാവില്ല, അല്ലെങ്കിൽ ഒന്നിലും ഫോക്കസ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. നമ്മുടെ മനസ്സ് എപ്പോഴും വരുന്ന നോട്ടിഫിക്കേഷൻസിൽ കുടുങ്ങിയിരിക്കും. 3, ലൈഫിനെ പറ്റി ചിന്തകൾ കുറയുന്നത്. മുൻപായിരുന്നെങ്കിൽ നമ്മൾ നമസ്കാരത്തിന് ശേഷം അല്ലെങ്കിൽ ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് നമ്മുടെ ലൈഫിനെ പറ്റി ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും ചെയ്യുന്നത്. എന്നാൽ ഇന്ന് നമ്മൾ റീൽസിൽ സ്പെൻഡ് ചെയ്തുകൊണ്ടായിരിക്കും നമ്മുടെ ഒരു ഡേ സ്റ്റാർട്ട് ചെയ്യുന്നതും എൻഡ് ചെയ്യുന്നതും. ഇത് നമ്മുടെ ആത്മാവിനെ തന്നെ ഉറക്കുകയാണ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും മൊബൈൽ ഫോൺസ് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ഇത് ഒരു പരീക്ഷണങ്ങൾ തന്നെയാണ്. അള്ളാഹു നമ്മോട് ഖുർആനിലൂടെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്കുള്ളതെല്ലാം ഞാൻ പരീക്ഷണങ്ങളാക്കുന്നു എന്ന്. തീർച്ചയായിട്ടും മൊബൈൽ ഫോൺസ് അത് അഡിക്ഷനായിട്ട് മാറുമ്പോൾ അത് ഒരു പരീക്ഷണമാണ്. നമ്മുടെ സമയവും ശ്രദ്ധയും നഷ്ടപ്പെടുത്തുന്ന എന്തും നമ്മുടെ ആഖിറത്തിലേക്കുള്ള ശത്രുവാണ്. തീർച്ചയായിട്ടും സ്വഹാബികൾ അവർ സമയത്തെ അള്ളാഹുവിൻ്റെ അമാനത്തായി കണ്ടിരുന്നു. ഒരു നിമിഷവും അനാവശ്യമായി കളയാൻ അവർക്ക് പറ്റിയില്ലായിരുന്നു. ഇന്നെന്നാൽ നമുക്ക് 5 മിനിറ്റ് ഒന്ന് ബ്രേക്ക് കിട്ടിയാൽ അപ്പോൾ തന്നെ എല്ലാവരും സോഷ്യൽ മീഡിയയിലേക്ക് അല്ലെങ്കിൽ റീൽസിലേക്ക് സ്ക്രോൾ ചെയ്യാൻ വേണ്ടി തുടങ്ങുന്നു. എന്നാൽ ആ ഒരു 5 മിനിറ്റ് ചിലപ്പോൾ 1 മണിക്കൂർ 2 മണിക്കൂർ അതിലേക്ക് വീണു പോകുന്നത് ആരും തിരിച്ചറിയുന്നില്ല. തീർച്ചയായിട്ടും ഫോൺ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ഇത് നമുക്ക് ഒരുപാട് ഉപകാരമുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കാം. എന്നാൽ അതിനൊരു കൺട്രോൾ ഇല്ലാതെ വരുമ്പോഴാണ് അത് അഡിക്ഷനായിട്ട് മാറുന്നത്. ഒരുപാട് പേർക്ക് ഈ അഡിക്ഷൻ എങ്ങനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി പറ്റും എന്ന് അവർ ചിന്തിക്കുന്നുണ്ടാകും. അവർക്ക് പ്രാക്ടിക്കലാക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ഇസ്ലാമിക് ആയിട്ടുള്ള മാർഗങ്ങളുണ്ട്. 1, ഖുർആൻ എന്നതൊരു ഫസ്റ്റ് ആപ്പാക്കി മാറ്റുക. പലരും രാവിലെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ ഉടനെ വാട്സപ്പ്, ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക് ഇതിലേക്ക് വീണു പോകുന്നവരായിരിക്കും. എന്നാൽ നീ ഇന്ന് തന്നെ അത് മാറ്റുക. ഖുർആൻ റിലേറ്റഡ് ആയിട്ടുള്ള ആപ്പ് അത് നിങ്ങളുടെ ഫസ്റ്റ് ആപ്പായിട്ട് നിങ്ങൾ മാറ്റുക. തീർച്ചയായിട്ടും നിങ്ങളുടെ ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്യുന്നത് അതിലൂടെ ആയിരിക്കട്ടെ. 2, നമസ്കാര സമയത്ത് ഫോൺ സൈലന്റ് ആക്കി വെക്കുക. നമ്മുടെ ഹൃദയം ഫോണിൽ നിന്ന് മാറി അള്ളാഹുവിലേക്ക് നീ ചേർക്കുക. അള്ളാഹുവിന് മുന്നിൽ നിൽക്കുമ്പോൾ മറ്റ് ഒരു നോട്ടിഫിക്കേഷന് പോലും ഇമ്പോർട്ടൻ്റ് കൊടുക്കാതിരിക്കുക. 3, സ്ക്രീൻ ഫ്രീ മൊമെൻറ്റ്സ് ഡിസൈഡ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ, ഫജർ കഴിഞ്ഞ് ഒരു 30 മിനിറ്റ് അല്ലെങ്കിൽ ഇശാ നമസ്കാരം കഴിഞ്ഞ് ഉറങ്ങുന്നതിന് മുമ്പ് 1 മണിക്കൂർ. ഇതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സമയങ്ങളിൽ ഫോൺ കംപ്ലീറ്റ്ലി സ്വിച്ച് ഓഫ് അല്ലെങ്കിൽ കുറച്ചു നേരത്തേക്ക് മാറ്റി വെക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ആ ഒരു സമയം നമ്മുടെ ആത്മാവിനെ അള്ളാഹുവിനോടായി ബന്ധപ്പെടാൻ വേണ്ടിയിട്ട് നിങ്ങൾ യൂസ് ചെയ്യുക. 4, ദിക്ർ കൊണ്ട് നിങ്ങളുടെ മനസ്സ് നിറക്കുക. ഫോൺ അഡിക്റ്റ് ആവുന്നത് നമ്മുടെ മനസ്സ് ശൂന്യമാകുമ്പോഴാണ്. അത് സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ എന്ന് നീ പറയുകയാണെങ്കിൽ നിനക്ക് ഫോണിനേക്കാൾ കൂടുതൽ കണക്ഷൻ അള്ളാഹുവിലേക്ക് ലഭിക്കും. 5, നീ ഫോണിനെ നിയന്ത്രിക്കുക നിന്നെ ഫോൺ നിയന്ത്രിക്കുന്നതിന് മുൻപ്. അതായത് മൊബൈൽ ഫോൺസിൻ്റെ സമയം അത് നിങ്ങൾ തന്നെ തീരുമാനിക്കുക. സോഷ്യൽ മീഡിയ നിങ്ങൾക്കുള്ള ഒരു ടൂളാണെങ്കിൽ അത് അതിനായിട്ട് മാത്രം ഉപയോഗിക്കുക. പക്ഷെ അതിലായിട്ട് നീ ജീവിക്കരുത്. ഫ്രണ്ട്സ്,
നിനക്കുള്ള സമയം അതൊരു അമാനത്താണ്. അള്ളാഹു ചോദിക്കും, നിന്റെ യുവത്വം എവിടെ ചെലവാക്കി, നിന്റെ സമയം എവിടെ ചെലവാക്കി എന്ന്. തീർച്ചയായിട്ടും മൊബൈൽ യൂസ് ചെയ്ത നിങ്ങളുടെ ആ ഒരു സമയം അത് നിങ്ങൾ ഖുർആൻ പഠനത്തിന്, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ നന്മയിലേക്ക് ക്ഷണിക്കുന്നതിന്, അല്ലെങ്കിൽ അതുപോലെയുള്ള അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്കുള്ള പ്രവർത്തനങ്ങൾ, അതിലാണ് നീ ആ ഒരു സമയം സ്പെൻഡ് ചെയ്യുന്നതുണ്ടെങ്കിൽ അത് ഒരു ഇബാദത്തായിട്ട് മാറും. അതല്ല, നീ ഉപകാരമില്ലാതെ വെറുതെ ടൈം സ്പെൻഡ് ചെയ്ത് കളയുകയാണെങ്കിൽ അത് തീർച്ചയായിട്ടും നാശമാണ്. നീ ചെയ്യുന്ന പ്രവൃത്തികൾ അത് അള്ളാഹുവിലേക്കുള്ള വഴിയാകണം, നരകത്തിലേക്കുള്ള വഴിയല്ല. ഫ്രണ്ട്സ്, ഫോൺ ഓഫ് ചെയ്ത് ഇരുന്നാൽ പോലും നിങ്ങൾക്ക് ഒരു ശാന്തതയില്ലെങ്കിൽ നിങ്ങളുടെ ആത്മാവ് അവിടെ പുനഃസ്ഥാപിക്കേണ്ടതുണ്ട്. ആ ഒരു സമാധാനത്തിനായിട്ടുള്ള മാർഗങ്ങൾ ഖുർആനും നമസ്കാരവും ദിക്റും ശാന്തതയുമാണ്. The more you connect with Allah, the less you need your phone. Assalamu alaikum warahmatullahi ta'ala wabarakatuh.